ഞാൻ ഈ ബാഗൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ രീതി സ്കൂൾ ബസ് കയറ്റി വിടാനാണേ. അവൾ തന്നെയല്ല, കുറച്ച് പിള്ളേരോടുണ്ടായിരുന്നത്. ഇവിടെയാണ് സ്കൂൾ ബസ് വരുന്നത്. ഞങ്ങൾ ചെന്നപ്പം ചാറ്റമഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതിന് തൊട്ട് പിന്നാലെ അച്ഛൻ വന്നു. പിന്നെ അച്ഛൻ കുറച്ച് നേരം കഴിഞ്ഞ് പോയി. ഹലോ ഗൈസ്, അമ്മൂനെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടുവാണ്. ഞാനാ സ്കൂളിൽ പോകുന്നത്. ചുമ്മാ ഷോയ്ക്ക് വന്ന് ഇവിടെ നിൽക്കുവാണ്. ഞാൻ നിന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു കുരങ്ങനുണ്ടായിരുന്നേ. ഇത് റോഡ് ക്രോസ് ചെയ്ത് ആ വീടിൻ്റെ മണ്ടേ ചെന്നപ്പോഴാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവന്മാരും ഇവളും എല്ലാവരും സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ കുരങ്ങനെ കണ്ട ആഹ്ലാദത്തിൻ്റെ പുറത്ത് ഇവന്മാർ അതിൻ്റെ പുറകെ പോയതാണ്. ഞങ്ങൾ കോടയ്ക്കകത്ത് കയറി. ഇപ്പം നിങ്ങൾ ഈ കേട്ട വോയിസ് ഒരച്ഛൻ്റെ ആയിരുന്നു. ഞങ്ങളവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 2 അച്ഛന്മാർ അതിലെ പോയായിരുന്നു. അവരോർത്ത് ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞതാണ് അച്ഛൻ. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവളുടെ ബസ് വന്നു. ഞാൻ അവിടെ നിന്ന് ടാറ്റയൊക്കെ കാണിച്ചു. പക്ഷേ പുള്ളിക്കാരി ഇത് കണ്ടുപോലുമില്ല. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ അക്ഷയയിലോട്ടായിരുന്നു പോയിരുന്നത്. ഇന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കേണ്ട ദിവസമായിരുന്നു. എനിക്ക് പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ MS-ഉം കോട്ടയം ജില്ലയിലാണ് CCM വരുന്നത് കിട്ടിയത്. CCM ഞാൻ പഠിച്ചിരുന്നതാണ്. പിന്നെ ഇതൊരു സാധ്യത മാത്രമാണല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയ്ക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് വന്നു. ആ സമയം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ എവിടെയൊക്കെയാണ് ട്രയൽ കിട്ടിയെന്നറിയാൻ. പിന്നെ തിരിച്ചു പോകുന്ന വഴി ഞാൻ ഈ കിണറിൻ്റെ അവിടെ ജസ്റ്റ് എത്തി നോക്കി വെള്ളം ഉണ്ടോയെന്ന് അറിയാനാണ്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ തോടിന് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇന്ന് എന്ത് വരാനാണെന്ന് അറിയത്തില്ല. അമ്മ എനിക്ക് അങ്ങോട്ട് പറയാതെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു തന്നു. വീട്ടിലെത്തിയപ്പോഴത്തേന് നല്ല ആവിയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം ഫാനിൻ്റെ കീഴിൽ നിന്ന് വിശ്രമിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.